ക്വാഡ്രിലേറ്ററൽ എന്ന ചാപ്റ്ററിൽ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ ആംഗിൾസ് എ ബി സി ആൻഡ് ഡി ഓഫ് എ ക്വാഡ്രിലേറ്റർ എ ബി സി ഡി ആർ ഇൻ ദ റേഷ്യോ 2:3:6:7. ഫൈൻഡ് ദ മെഷർ ഓഫ് ഈച്ച് ആംഗിൾ. വിച്ച് ടൈപ്പ് ഓഫ് ക്വാഡ്രിലേറ്റർ ഈസ് ഇറ്റ്? അപ്പോൾ ഇവിടെ ആദ്യത്തെ പാർട്ട് നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. രണ്ടാമത്തത് വിച്ച് ടൈപ്പ് ഓഫ് ക്വാഡ്രിലേറ്റർ, അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ആംഗിൾ സം പ്രോപ്പർട്ടി, ആംഗിൾ കാണാൻ വേണ്ടി ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് ക്വാഡ്രിലേറ്റർ എന്താണ്? എല്ലാ ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 360 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആംഗിൾ എങ്ങനെ എടുക്കാം? ആംഗിൾ എ ഈക്വൽ ടു 2x, ആംഗിൾ ബി ഈക്വൽ ടു 3x, ആംഗിൾ സി ഈക്വൽ ടു 6x, ആംഗിൾ ഡി ഈക്വൽ ടു 7x. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി സമ്മാണ് 360 ഡിഗ്രി. അപ്പോൾ 2x plus 3x plus 6x plus 7x is equal to 360. കൂടാ 5 plus 6 11, 11 plus 7 18, 18x is equal to 360. അപ്പോൾ x is equal to 360 by 18 equal to 20 എന്ന് കിട്ടി നമുക്ക്. x 20 കിട്ടിക്കഴിഞ്ഞാൽ ഓരോ ആംഗിളും കണ്ടുപിടിക്കുക. അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് 2 × 20 equal to 40. ആംഗിൾ ബി ഈക്വൽ ടു 3 × 20 ഈക്വൽ ടു 60 ഡിഗ്രി. ആംഗിൾ സി ഈക്വൽ ടു 6 × 20 ഈക്വൽ ടു 120 ഡിഗ്രി. ആംഗിൾ ഡി ഈക്വൽ ടു 7 × 20 ഈക്വൽ ടു 140 ഡിഗ്രി. അപ്പോൾ ഇത്രയും കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തത് എന്താണ്? വിച്ച് ടൈപ്പ് ഓഫ് ക്വാഡ്രിലേറ്റർ ഈസ് ഇറ്റ്? അപ്പോൾ ഇവിടെ നമ്മൾ വെറുതെ ഒരു ക്വാഡ്രിലേറ്റർ വരയുന്നു. എ ബി സി ഡി എന്ന് പേര് കൊടുത്തു. അപ്പോൾ ആംഗിൾ എ എത്രയാണ്? 40 ഡിഗ്രി. ആംഗിൾ ബി എന്ന് പറയുന്നത് 60 ഡിഗ്രി. ആംഗിൾ സി എന്ന് പറയുന്നത് 120 ഡിഗ്രി. ആംഗിൾ ഡി 140 ഡിഗ്രി. അപ്പോൾ ഇതിൽ നമുക്ക് ആഡ് ചെയ്ത് നോക്കുക. അതായത് രണ്ട് ലൈന് പാരലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ എ ബിയും സി ഡിയും പാരലാണോ എന്ന് അറിയാൻ വേണ്ടി ഇതിൻ്റെ രണ്ടിൻ്റെ ആംഗിൾ ആഡ് ചെയ്യുക. ഈ രണ്ട് ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പാരലൽ ലൈന് ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പോൾ കോ ഇൻറ്റീരിയർ ആംഗിൾ, അതായത് ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ എന്തായിരിക്കും? സപ്ലിമെൻ്ററി ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ രണ്ട് ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 180. അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി എന്ന് പറയുന്നത് 180 കിട്ടി. ആംഗിൾ ബി പ്ലസ് ആംഗിൾ സിയും 180 ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ബി പാരലൽ ടു സി ഡി ആണെന്ന് പറയാം. പക്ഷെ അതുപോലെ നമുക്ക് ഈ രണ്ട് ലൈനും ബി സിയും എ ഡിയും പാരലാണോ നോക്കാം. 40 + 60 എത്രയാണ്? 100. അത് നമുക്ക് 180 കിട്ടാത്തത് കൊണ്ട് ഒരു പെയർ മാത്രമേ അവിടെ പാരലായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് പാരലോഗ്രാം എന്ന് പറയാൻ പറ്റില്ല. പാരലോഗ്രാം ആണെങ്കിൽ ഈ രണ്ട് ലൈനും പാരലായിരിക്കണം, ഈ രണ്ട് ലൈനും പാരലായിരിക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് എ ബി പാരലൽ ടു ബി സി ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആദ്യം എ ബി പാരലൽ ടു ബി സി. എ ബി ബി സിക്ക് പാരലൽ ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 140 + 40. 140 + 40 എന്ന് പറയുന്നത് 180 എന്ന് കിട്ടി. അതുപോലെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 60 + 120. അതും നമുക്ക് എന്താണ് കിട്ടിയത്? 180 എന്ന് കിട്ടി. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാം? എ ബി പാരലൽ ടു ബി, എ ബി പാരലൽ ടു സി ഡി ആണ്. കാരണം അതിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ. അവിടെ ഇങ്ങനെ എഴുതിയാൽ മതി. ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ. സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ സപ്ലിമെൻ്ററി ആണ്. ട്രാൻസ്വേഴ്സൽ സപ്ലിമെൻ്ററി ആയതുകൊണ്ട് therefore എ ബി പാരലൽ ടു സി ഡി ആണ്. എ ബി പാരലൽ ടു സി ഡി എന്ന് കിട്ടി. ഒരു പെയർ നമുക്ക് പാരലൽ കിട്ടി. അടുത്തത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് രണ്ടും പാരലാണോ? എ ഡി പാരലൽ ടു ബി സി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. എ ഡി പാരലൽ ടു ബി സി ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 60 ഡിഗ്രി. 60 + 40 100 ഡിഗ്രിയാണ് വരുന്നത്. അതുപോലെ ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി എന്ന് പറയുന്നതും നമുക്ക് 180 കിട്ടുന്നില്ല. അവിടെ
260 ആണ് വരുന്നത്. അപ്പം നമുക്ക് എന്ത് പറയാം, നോട്ട് പാരലൽ എന്ന് പറയും. എ ഡി അവിടെ അങ്ങനെ എഴുതി കാണിച്ചിട്ട് നമ്മൾ എന്ത് പറയുന്നു, എ ഡി പാരലൽ അല്ല, എ ഡി ഈസ് നോട്ട് പാരലൽ ടു ബി സി. എ ഡി ഈസ് നോട്ട്, അപ്പോൾ ഇവിടെ ഓൺലി വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ, അങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. Therefore, ABCD is a trapezium എന്ന് പറയാം. ABCD ട്രപ്പീസിയാണ്. അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇത് രണ്ട് ആഡ് ചെയ്താലും 180, ഇത് രണ്ട് ആഡ് ചെയ്താലും 180 ആണ് കിട്ടുന്നതെങ്കിൽ, എല്ലാ സൈഡും ആഡ് ചെയ്യുമ്പോൾ 180 ആണ് കിട്ടുന്നതെങ്കിൽ അത് പാരലോഗ്രാം ആയിരിക്കും. ഇതിനിപ്പോൾ നമുക്ക് ട്രപ്പീസി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ എ ബി സി ഡി. അപ്പോൾ ആംഗിൾ എ എത്രയാണ്, 40 ഡിഗ്രി. ആംഗിൾ ബി എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ 120, ഇവിടെ 140. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 വരുന്നത് കൊണ്ട് എ ബിയും സി ഡിയും ആണ് പാരലൽ. ട്രപ്പീസിയത്തിൽ നിങ്ങൾക്കറിയാം ഇത് രണ്ടും മാത്രമേ പാരലൽ ഉണ്ടാവുള്ളൂ, ഇത് രണ്ടും നോൺ പാരലൽ സൈഡ്സ് ആണ്. അതുകൊണ്ട് ട്രപ്പീസിയം രണ്ടും പാരലൽ സൈഡ്സ് ആയിട്ടാണ് വരുന്നതെങ്കിൽ പാരലോഗ്രാം എന്ന് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഫോളോയിങ് ഫിഗർ എ ബി ഈക്വൽ ടു 8 സെന്റിമീറ്റർ, പി ആർ ഈക്വൽ ടു 6 centimeter and PQ equal to 7 centimeter. Find the length of QR അതുപോലെ BC and AC. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. PQR are the midpoints of sides AB, BC and AC ആണ്. അപ്പോൾ ഇവിടെ മിഡ് പോയിന്റ് തന്നതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകേണ്ടത്, അതായത് മിഡ് പോയിന്റ് തിയറം യൂസ് ചെയ്യുക. അപ്പോൾ എങ്ങനെ പറയാം, ബൈ മിഡ് പോയിന്റ് തിയറം നമുക്കിപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. അതുകൊണ്ട് ബൈ മിഡ് പോയിന്റ് തിയറം എ ബി എങ്ങനെ പറയാം, എ ബിയും ക്യു ആറും എടുക്കുകയാണെങ്കിൽ നമുക്ക് എ ബി പാരലൽ ടു ക്യു ആർ ആണ്. അതുപോലെ ക്യു ആർ ഈക്വൽ ടു ഹാഫ് ഓഫ് എ ബി ആണ്. ക്യു ആർ ഇത് രണ്ടുമാണ് പാരലൽ. അപ്പോൾ ഇത് രണ്ടും പാരലൽ എന്ന് പറയുമ്പോൾ ക്യു ആർ നമുക്ക് എങ്ങനെ പറയാം, ഹാഫ് ഓഫ് എ ബി ആണ്. നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്, എ ബി 8 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. എ ബി ഈക്വൽ ടു 8 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ക്യു ആർ എന്താണ്, ക്യു ആർ എന്ന് പറയുന്നത് ക്യു ആർ ഈക്വൽ ടു 4 സെന്റിമീറ്റർ എന്ന് കിട്ടും. ക്യു ആർ കാണാൻ പറഞ്ഞിട്ടില്ല ഇവിടെ, ക്യു ആർ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യു ആർ എന്ന് പറയുന്നത് ക്യു ആർ ഈക്വൽ ടു 8/2. ക്യു ആർ ഈക്വൽ ടു 8/2 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് കിട്ടിയത്, 4 സെന്റിമീറ്റർ എന്ന് കിട്ടി. ക്യു ആർ 4 സെന്റിമീറ്റർ. നമുക്ക് അടുത്തത് ബി സി ആണ് കാണേണ്ടത്. ബി സി പാരലൽ ടു ഏതിനാണ്, ബി സി ഏതിനാണ് പാരലൽ ആയിട്ടുള്ളത്, പി ആർ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, പി ആർ ഈക്വൽ ടു ഹാഫ് ഓഫ് ബി സി ആണ്. അപ്പോൾ ഇവിടെ എന്താ കാണേണ്ടത്, ബി സി ആണ് കാണേണ്ടത്. ബി സി എന്ന് പറയുന്നത് ബി സി ഇസ് ഈക്വൽ ടു 2 ടൈംസ് പി ആർ. പി ആർ എത്രയാണെന്ന് തന്നിട്ടുണ്ടാവും. പി ആർ ഈക്വൽ ടു 6 സെന്റിമീറ്റർ. പി ആർ ഈക്വൽ ടു 6 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 6 × 2. ഇപ്പോൾ എത്രയാണ് കിട്ടിയത്, 12 സെന്റിമീറ്റർ എന്ന് കിട്ടി. ബി സി 12 സെന്റിമീറ്റർ കിട്ടി. ഇനി എ സി ആണ് കാണേണ്ടത്. അപ്പോൾ എ സിക്ക് ഏതാണ് പാരലൽ വരിക എന്ന് നോക്കുക. എ സി പാരലൽ ടു പി ക്യു ആണ്. അപ്പോൾ പി ക്യു ഈക്വൽ ടു ഹാഫ് ഓഫ് എ സി ആണ്. പി ക്യു ഹാഫ് ഓഫ് എ സി ആണെങ്കിൽ നമുക്ക് പി ക്യു 7 സെന്റിമീറ്റർ ആണ്. ഹാഫ് ഓഫ് എ സി എന്ന് പറയുന്നത് എന്തായി, എ സി ഇസ് ഈക്വൽ ടു 2 × 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 14 സെന്റിമീറ്റർ. അപ്പോൾ അവിടെ മിഡ് പോയിന്റ് തിയറം യൂസ് ചെയ്തിട്ട് ചെയ്യുകൊണ്ട് ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏതെല്ലാം സൈഡാണോ കാണേണ്ടത് അതിനനുസരിച്ച് എടുക്കുക. എ സി പി ക്യൂനാണ് പാരലൽ, ക്യു ആർ എ ബിക്കാണ് പാരലൽ, അതുപോലെ ബി സിക്ക് പാരലായിട്ട് വരുന്നത് പി ആർ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അടുത്തത്, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ റോംബസ് പി ക്യു ആർ എസ് ദ ഡയഗണൽസ് ഇന്റർസെക്ട് അറ്റ് ഒ. If PQ equal to 15 centimeter, PR equal to 18 centimeter, then find the length of diagonal QS. QS ന്റെ ലെങ്ത് ആണ് കാണുന്നത്. നമുക്കറിയാം റോംബസിൽ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. ഡയഗണൽസ് രണ്ടും ഈക്വൽ ആയിരിക്കില്ല, അത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. അതുപോലെ എല്ലാ സൈഡ്സും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. റോംബസിന്റെ പ്രത്യേകത, റോംബസും സ്ക്വയറിനും തമ്മിലുള്ള വ്യത്യാസം അതാണ്. സ്ക്വയറിന്റെ ഡയഗണൽസ് ഈക്വൽ ആയിരിക്കും. ഇവിടെ
റോംബസ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതുപോലെ ഇവിടെ റോംബസിന് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, പക്ഷേ ഡയഗണൽസ് ഈക്വൽ ആയിട്ടില്ല. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്, 90 ഡിഗ്രിയിലാണ് ബൈസെക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ എടുക്കുക, ബൈസെക്ട് ചെയ്യും. അപ്പോൾ പി ആർ എന്ന് പറയുന്നത് എത്രയാണ്? പി ആർ 18 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ഒ പി എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ ഹാഫ് 18/2 എന്ന് പറഞ്ഞാൽ 9 കിട്ടും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 9, ഈ ഡിസ്റ്റൻസ് 15. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒ ക്യു ആണ്, ഹൈപ്പോടെന്യൂസ് സൈഡ് പി ക്യു ആണ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ ഒ ക്യു പി, അതിൽ നമുക്ക് ഒ ക്യു സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പോടെന്യൂസ് സ്ക്വയർ പി ക്യു സ്ക്വയർ മൈനസ് പി ഒ സ്ക്വയർ ആണ്. അപ്പോൾ പി ക്യു സ്ക്വയർ എത്രയാണ്? പി ക്യു എന്ന് പറയുന്നത് 15 സ്ക്വയർ, 15 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ. 15 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 225, 225 മൈനസ് 81, 225 81 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4, ഇവിടെ 12 ആകുമ്പോൾ 4, 144 ആണ് വരുന്നത്. 144 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒ ക്യു ഈക്വൽ ടു റൂട്ട് ഓഫ് 144. റൂട്ട് ഓഫ് 144 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആണ്. നമുക്ക് ലെങ്ത് ഓഫ് ഡയഗണൽ ആണ് കാണേണ്ടത്. ലെങ്ത് ഓഫ് ഡയഗണൽ ഈക്വൽ ടു 2 ഇൻറ്റു 12. 2 ഇൻറ്റു 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 സെന്റിമീറ്റർ. അപ്പോൾ അങ്ങനെയാണ് ഇതിൽ കണ്ടുപിടിക്കുന്നത്. ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുക, അപ്പോൾ ഹാഫ് ആയിട്ട് എടുത്ത് ചെയ്യുക. ചില സമയത്ത് നമുക്ക് 2 ഡയഗണലും തന്നിട്ടുണ്ടാവും. അതിൻ്റെ അതായത് സൈഡിൻ്റെ ലെങ്ത് കാണാനാണ് ചോദിച്ചിട്ടുണ്ടാവുക. സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ഹാഫ് എടുക്കുക. ഈ ഒരു ഡയഗണൽ, ഇപ്പോൾ ഈ ഡയഗണൽ QS 24 തന്നു, അതുപോലെ PR 18 തന്നു എന്ന് വിചാരിക്കുക. ഈ റോംബസിൻ്റെ സൈഡ് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതും പൈതഗോറസ് തിയറാണ് എടുക്കേണ്ടത്. അതിൽ നമുക്ക് ഹൈപ്പോടെന്യൂസ് സൈഡാണ് കാണേണ്ടത്. ഹൈപ്പോടെന്യൂസ് സൈഡ് കാണണമെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ സൈഡിന്റെ സ്ക്വയർ സം ചെയ്യുക. ഇത് രണ്ട് ഒ ക്യു സ്ക്വയർ പ്ലസ് ഒ പി സ്ക്വയർ ഈക്വൽ ടു പി ക്യു സ്ക്വയർ എന്ന് കിട്ടും. എന്നിട്ട് പി ക്യൂയുടെ റൂട്ട് കണ്ടു കഴിഞ്ഞാൽ ആ സൈഡ് കിട്ടും. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കലുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഡയഗണൽ കാണാൻ പറയും, അല്ലെങ്കിൽ സൈഡ് കാണാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുക. അപ്പോൾ അതിനനുസരിച്ച് അത് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.